ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം ഈ ഹിരോഷിമ നാഗസാക്കി ഡേ ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അന്നേരം സ്കൂളിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സൊഡാക്കോ കൊക്കിനെ മേക്ക് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി അതൊരു മത്സരമായിട്ടായിരുന്നു നടത്തിയത്. സാധാരണ മത്സരമായിട്ടല്ല നടത്തുന്നത്. കൊണ്ടുവരിക, എന്നിട്ട് ഞങ്ങളുടെ അവിടുത്തെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മാല പോലെ തൂക്കിയിടുകയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം അതൊരു മത്സരമായിട്ടായിരുന്നു വെച്ചത്. അപ്പം ഞാൻ ഒരു 80 എണ്ണം ഉണ്ടാക്കിക്കൊണ്ട് പോയി. ഫസ്റ്റ് വേറൊരു കൊച്ചിനായിരുന്നു പക്ഷെ കിട്ടിയത്. ആ കൊച്ച് 89 എണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ആ കൊച്ചിന് ഫസ്റ്റും എനിക്ക് സെക്കൻഡും ആയിരുന്നു കിട്ടിയത്. അപ്പം ഞങ്ങൾ ആ കൊക്കുകളെല്ലാം കൂടി മാലയാക്കി വെച്ചിട്ടുണ്ട്. സ്കൂളിൽ മരത്തിലിടാൻ വേണ്ടിയിട്ട് മാലയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് അതൊന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എങ്ങനെ സൊഡാക്കാനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കൊക്കുകൾ. ഇത് ഞങ്ങൾ മാല പോലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുത്തേക്കൂടെ ഇട്ട് കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇരുട്ടത്ത് എടുത്തൊരു ഫോട്ടോ ഉണ്ട്, അത് നല്ല കുറച്ചുകൂടി ഭംഗിയുള്ളതാണ്. അത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. പിന്നെ വീഡിയോ ലേറ്റായിട്ടാണ് ഇട്ടത്. ഹിരോഷിമയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി, എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സ്കൂളിൽ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടും സമയമില്ലായിരുന്നു, അപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മളിത് കവറിലേക്ക് ആക്കുകയാണ്. ഇതെല്ലാം പല കളറുണ്ട്. വൈറ്റ് ആയിരുന്നു കൂടുതൽ എൻ്റെ കയ്യിലുള്ള ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റാണ് ഞാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഗൈസ് രാത്രിയിൽ എടുത്ത ഫോട്ടോ. ഞങ്ങളുടെ ഈ കൊക്കുകൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത് ഞങ്ങൾ കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഇതിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗൈസ്, വലിയ കൊക്കുകളെ ഉണ്ടാക്കിയ ശേഷം കുറച്ച് വേസ്റ്റ് പേപ്പർ വരത്തില്ലേ, നമ്മളത് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ കിട്ടിയത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിനകത്തൊരു റെഡ് കളർ ഇവിടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് സൊഡാക്കോനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇതുപോലൊരു പേപ്പറും ഒരു സ്കെയിലും എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കണം. ഈ പേപ്പറിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. തുമ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വരണം. പെർഫെക്റ്റായിട്ട് വന്നാലേ കൊക്ക് പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പെർഫെക്റ്റായിട്ടൊന്നും വരാറില്ല. ഞാൻ പക്ഷേ നേരത്തെ ആദ്യമൊക്കെ ഉണ്ടാക്കിയതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 2-3 വട്ടം ചെയ്താലേ നമുക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അതിനുശേഷം ബാലൻസ് വന്ന ആ ഭാഗം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ സിസർ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പം ഇനി വേറെ സിസർ എടുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത് വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമ്മളിതാ ഈ മടക്കി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോഴും തുമ്പെല്ലാം നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, ഇത് കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ ഒരു മടക്ക് വീഴും. അപ്പോൾ അവിടെ തുമ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ നല്ലതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ ആ മടക്ക് വീണെടുത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതുപോലൊരു ഷേപ്പിൽ ഇത് കിട്ടും. എന്നിട്ട് ഇതുപോലെ ആ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. മറുഭാഗം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 2 വര വീഴും. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഇവിടെ അതുപോലെ തന്നെ ചെയ്യണം. അവിടെ ഒരു നടുക്കൊരു വര ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് വേണം ചെയ്യാൻ. അഥവാ വര കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ ഇപ്പുറത്തെ സ്ഥലത്തോട്ട് മടക്കുമ്പോൾ കണ്ടോ അവിടെ വര വീഴും. എന്നിട്ട് കണ്ടോ വര വീണുണ്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് കറക്റ്റ് ചെയ്യണം. രണ്ടും ഒരേപോലൊക്കെ ഇരിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തപ്പം കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഞാൻ ചെയ്തപ്പോൾ എവിടെയോ ചെറിയ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും തുമ്പ് ശരിയാവാത്തതുകൊണ്ടാണ്. എന്നിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് അതിങ്ങനെ വെക്കുമ്പം സൈഡ് രണ്ടും ഒരുപോലെ ഇരിക്കണം. ഇത് ഒരുപോലൊന്നും അല്ല. ഒരു സൈഡ് വലിയ കുഴപ്പമില്ല, സൈഡും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത് കറക്റ്റ് പെർഫെക്ഷൻ ഇല്ല. എനിക്കിത് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്ന് തുമ്പിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ. അതിനുശേഷം മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ മടക്കുക. ഇപ്പം നമുക്ക് മനസ്സിലായി. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ തുമ്പിന് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് എന്തോ തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാത്തതാണ്. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. ഞാൻ വലിയ ഇങ്ങനെ പേപ്പർ വെച്ച് ക്രാഫ്റ്റ് ഒന്നും ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ് പെർഫെക്ഷൻ വരാത്തത്.
പുറഭാഗവും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ദാ സ്കെയിലെടുത്ത് ഈ ഭാഗത്തൂടെ നമുക്കൊരു വര വീഴണം. അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മറുഭാഗവും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. നമുക്ക് മടക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ വര വര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതാ പുറകോട്ട് വെച്ചിട്ട് അതൊന്ന് ചെയ്തിട്ട് ഈ സൈഡൊന്ന് മടക്കി വെക്കുക. സൈഡ് രണ്ടും അകത്തോട്ട് മടക്കി വെക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തുമ്പ് ശ്രദ്ധിക്കണം. മറ്റേ തുമ്പ് ഓൾറെഡി അങ്ങനെ വന്നോളും. അവിടെ ഒരു വെട്ടമുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ വന്നോളും. മറ്റേ തുമ്പ് ഇതാ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. അത് ശരിയായി. ഇനി അടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുക. ആ ഒരു നമ്മൾ വരയിട്ടില്ലേ അവിടെ വെച്ചിട്ട് വേണം ഇങ്ങനെ മടക്കാനായിട്ട്. ഇതുപോലെ വീണ്ടും ചെയ്യുക. കണ്ടോ, അവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വെട്ട് വീണ പോലെ ഇപ്പുറത്തെ സൈഡിൽ. മറ്റേ സൈഡിൽ കണ്ടോ കറക്റ്റ് ആവാത്ത കണ്ടോ, ആ തുമ്പ് കണ്ടോ, തുമ്പ് രണ്ട് ഭാഗത്തോട്ടിരിക്കുന്നുണ്ട് ഈ കൈ വെച്ചിരിക്കുന്ന ഭാഗത്തിൽ. പക്ഷേ മറ്റേ ഭാഗത്തിൽ അങ്ങനെയല്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ സൈഡിലോട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഈ തുമ്പ് മടക്കി അകത്തോട്ട് വെക്കുക. എന്നിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് അടയ്ക്കുക. എന്നിട്ട് അതവിടെ വെച്ചിട്ട് അതിൻ്റെ മറുഭാഗത്ത് എടുത്തിട്ട് ഇതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ അകത്തോട്ട് കയറ്റുക. ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് അടയ്ക്കാം. ഇതുപോലെ അടച്ചു കൊടുക്കണം. പിന്നെ അവിടെ തുമ്പ് കറക്റ്റായിട്ടില്ല, നമ്മൾ ചെയ്തതിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് ഇതാ തുമ്പെല്ലാം ശരിയാക്കി എടുത്തു ഞാൻ അങ്ങനെ. എന്നിട്ട് നമുക്കിനി കൊക്കിൻ്റെ തലയും വാലും ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിതാ കയറ്റിയ ഭാഗം പതുക്കെ ഇങ്ങോട്ട് ഇറക്കുകയാണ്. ഇറക്കിയിട്ട് അവിടെ ഇങ്ങനെ ചുളിവ് വരും. അതായത് നമ്മളതൊന്ന് നൂത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പുറഭാഗത്തും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ താഴെ വരുമ്പം മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തലയും വാലും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മുഖം ഇങ്ങനെ കൊക്കുണ്ടല്ലോ, കൊക്കല്ലേ ഇത്. അപ്പോൾ കൊക്കിൻ്റെ ചുണ്ടിന് വേണ്ടിയിട്ട് സെറ്റാക്കണം. ചുണ്ടുണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ ചുണ്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ചിറകൊന്ന് വളച്ച് കൊടുക്കുക, എന്നാലേ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് വെച്ച് സ്കെയിൽ വെച്ച് ചെയ്തിട്ട് എനിക്ക് വലിയ സുഖം തോന്നിയില്ല, കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വരുന്നില്ല. ശകലം വളഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പേൻ എടുത്ത് വെച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനൊരു പെൻ എടുത്തിട്ടുണ്ട്. പെൻ എടുത്തിട്ട് ഞാനത് വെച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ വലിച്ച് കീറരുത്, പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടിരുന്നോളാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. ഞാൻ പിന്നെ ഇപ്പോൾ ഇതിന് മാത്രം കണ്ണ് വരച്ചെന്നേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലും വരച്ച് കൊടുക്കാം. പിന്നെ ഈ നീല കളറിനേക്കാളും കൂടുതലും കുറച്ചുകൂടി ഭംഗി ചുവപ്പിനായിരിക്കും. കാരണം ഞാൻ കുഞ്ഞത് വേസ്റ്റ് പേപ്പർ വെച്ച് കുഞ്ഞതുണ്ടാക്കിയപ്പം അതിനകത്തൊരു ചുവപ്പുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അത് കാണുന്നില്ല, അതെവിടെയോ മിസ്സായി. പക്ഷേ ഇതും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ കൊക്ക് പറക്കത്തില്ല കേട്ടോ, അത് മാത്രമേ ഇതിനുള്ള ഒരേ ഒരു പ്രശ്നം, ഇത് പറക്കത്തില്ല ഗൈസ്. ഞാൻ ഉണ്ടാക്കിയ ഒരു കൊക്ക് പോലും പറക്കുന്നില്ല ഗൈസ്. നിങ്ങൾ ആരെല്ലാം ഉണ്ടാക്കിയ കൊക്ക് പറക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ചെറുതായിട്ട് ചിറക് അനങ്ങുന്നുണ്ട്, പക്ഷെ അങ്ങനെ അങ്ങ് വലുതായിട്ട് പറക്കുന്നൊന്നുമില്ല ഗൈസ്. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.